കോൺഗ്രസിന്റെ ഭാവിയെക്കുറിച്ച് കോൺഗ്രസ് ഈ രാജ്യത്ത് ഗതി പിടിക്കില്ല എന്ന് അദ്ദേഹത്തിന് പരസ്യമായിട്ട് പറഞ്ഞാൽ പോരെ? ഞങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ നാട്ടിൽ കോൺഗ്രസ് BJPയെ മാറ്റിയിട്ട് ഭരിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പറയുന്നതിന് തുല്യമല്ലേ? ഡൽഹിയിലെ ഇത്രയും പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാൾ അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ വന്ന് ഭരിച്ചോളാം എന്ന് പറയുന്നതിന്റെ അർത്ഥം, കേരളത്തിലെ 63 MLA-മാരുണ്ട്. ഈ 63 MLA-മാരിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടിയുടെ ഗതി എന്തായിരിക്കും? കോൺഗ്രസ് പറയുന്നത് രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. നരേന്ദ്രമോദിയെ നാട് കടത്തി അറബിക്കടലിൽ എറിഞ്ഞ് രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ദേശീയ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമോ, കേരളത്തിലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് 20 MP-മാർ മാത്രമുള്ള ഒരു കുഞ്ഞു സംസ്ഥാനത്തിന്റെ ചെറുകിട, അവിടെയാണ് 4 കാശിന്റെ ഭരിക്കാനാണ് 4 പൈസ ഇല്ലാത്തൊരു നാടാണ്. ഇവിടെ ഒരു മുട്ടായി വാങ്ങാൻ പോലും ഗതിയില്ലാത്തൊരു സംസ്ഥാനത്തിന്റെ ഭരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇത്രയേറെ കഠിനമായി ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഇറ്റ്സ് എൻ അബ്ഡിക്കേഷൻ ഓഫ് വൺസ് റെസ്പോൺസിബിലിറ്റി. അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുന്ന ലക്ഷണമാണ്. രാഷ്ട്രീയത്തിൽ പറഞ്ഞതല്ല, ധാർമ്മികതയുള്ള ഒരു രാഷ്ട്രീയക്കാരന് ചെയ്യാൻ കഴിയില്ല.